തൃശ്ശൂരിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളും അതുപോലെ തന്നെ നിരവധി വിഷയങ്ങളുമാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ചർച്ചയായത്. അതിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്നത് ഈ RSS നേതാവായ ഷാജി വരവൂരിന് ഇരട്ട വോട്ട് ഉണ്ട് എന്നുള്ള കാര്യമാണ്. അതായത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും അതുപോലെ തന്നെ വരവൂരിലും, അതായത് ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായ വരവൂരിലും അദ്ദേഹത്തിന് വോട്ട് ഉണ്ട് എന്നുള്ള ഒരു വിവരമാണ് ഇന്ന് പുറത്തു വന്നത്. വോട്ടർ പട്ടികയിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്ന തെളിവുകളും നമുക്ക് ലഭ്യമായിട്ടുമുണ്ട്. അതായത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപേ തന്നെ ഈ തൃശ്ശൂരിൽ അദ്ദേഹം വോട്ട് ചേർക്കുകയും അതിന് മുൻപുണ്ടായിരുന്ന ഈ ആലത്തൂർ മണ്ഡലത്തിലെ വരവൂരിലുണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് പുറത്തു വന്ന വിവരം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നൊരു വിശദീകരണം ഇങ്ങനെയാണ്: യാതൊരു വിധത്തിലും താൻ ഇത്തരത്തിൽ ക്രമക്കേട് നടത്താനായി ഉദ്ദേശിച്ചതല്ല. ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ മുൻപുണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് ഡിലീറ്റ് ചെയ്യുന്ന കാര്യം തനിക്ക് അറിവുണ്ടായിരുന്നില്ല. മാത്രമല്ല, അത് സാധാരണഗതിയിൽ അത് ഡിലീറ്റായി പോകും എന്നുള്ളതാണ് താൻ കരുതിയിരുന്നത് എന്നുള്ളതാണ്. കൂടാതെ ഈ തൃശ്ശൂരിൽ ഭാര്യയുടെ ജോലിക്ക് വേണ്ടി, അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഫ്ലാറ്റിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ആ ഫ്ലാറ്റിൻ്റെ അഡ്രസ്സിലാണ് ഇവിടെ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർത്തത് എന്നുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണമായി വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വോട്ട് തൃശ്ശൂർക്ക് മാറ്റുന്നത്. സ്വാഭാവികമായിട്ടും ഇവിടെ വോട്ടുണ്ടാകുമ്പോൾ അവിടെ വോട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ ധാരണ. നോക്കുമ്പോൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് വോട്ട്. പക്ഷേ ഞാൻ ഒരു സ്ഥലത്തെ വോട്ട് ചെയ്തിട്ടുള്ളൂ. എത്ര പേർക്ക് അറിയാം ഇവിടുത്തെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും? എനിക്കറിയില്ലായിരുന്നു. ആ ഒരു തെറ്റാണെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കുക തന്നെ. ഇനി ജയിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തെങ്കിൽ നിയമം അനുശാസിക്കുന്നു വോട്ട് ചെയ്യാൻ എന്നൊക്കെ ചെയ്തൂടെ? എന്തേ ഞാൻ ചെയ്തില്ല? ധാർമ്മികമായിട്ട് ശരിയല്ല. ഇനിയിപ്പോൾ മാറിയിട്ടില്ലെങ്കിൽ ഞാനത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ചെയ്യും. ഈ ഇവിടുത്തെ ഫ്ലാറ്റിൽ ഇപ്പോഴും താമസമുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു. ഞാൻ വേണ്ടാന്ന് വെച്ചു. എത്ര നാൾ ഇവിടെ താമസിച്ചു? 2 വർഷത്തോളം. അതേസമയം തന്നെ കോൺഗ്രസും LDFും ഈ കാര്യത്തിൽ വലിയ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. പലതരത്തിലുള്ള ക്രമക്കേടുകൾ BJPയുടെ ഭാഗത്തു നിന്നും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി വോട്ടർ പട്ടികയിൽ നടത്തിയിട്ടുണ്ട്. പല ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് നിരവധി വോട്ടുകൾ സമാനമായ രീതിക്ക് ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ UDFും അതുപോലെ തന്നെ LDFും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ TN പ്രതാപൻ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. തൃശ്ശൂരിൽ വിജയിക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപി പലതരത്തിലുള്ള വ്യാജരേഖകൾ ചമച്ച് പല രേഖകൾ കെട്ടിച്ചമയ്ക്കുകയും അതുപോലെ തന്നെ സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കുകയും ഒക്കെ തന്നെ ചെയ്തു. അതുപോലെ തന്നെ വോട്ട് ചേർക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കി അത് ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് TN പ്രതാപൻ ഇന്നിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. 6 മാസം ഇവിടെ താമസിച്ചിട്ടില്ല. 6 മാസത്തിന് ശേഷമാണെന്നാണ് വോട്ടർ പട്ടിക പേര് ചേർത്തത്. ഫൈനൽ വോട്ടർ പട്ടിക വന്ന് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണ് സുരേഷ് ഗോപിയുടെ പേര് വോട്ടറായി വരുന്നത്. അതേ ഉൾപ്പെടെ 14 പേരുടെ കുടുംബാംഗങ്ങളുടെ പേര്, 11 കുടുംബാംഗങ്ങളുടെ പേര്. അപ്പോൾ ഇത് വ്യാജ സത്യവാങ്മൂലമായിരുന്നു. തൃശ്ശൂരിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിലുള്ള വോട്ടർ പട്ടികയിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് BJPയും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. LDF ഇക്കാര്യത്തിൽ വലിയ ക്രമക്കേട് നടത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു ഫ്ലാറ്റിൽ മാത്രം 400-ലധികം വോട്ടുകൾ അനധികൃതമായി LDF ചേർത്തു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് BJP ഈ വിഷയത്തിൽ ഉന്നയിക്കുന്നത്. MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.